ഹിറ്റ് യൂണിവേഴ്സിലെ മൂന്നാമത്തെ കേസ് കണ്ടു. ഹിറ്റ് 1 ആയിക്കോട്ടെ, ഹിറ്റ് 2 ആയിക്കോട്ടെ, ഹിറ്റ് 3 ആയിക്കോട്ടെ, ഇതുവരെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഹിറ്റ് 3യിലൂടെ ഈ ഒരു ഫ്രാഞ്ചൈസ് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതുവരെ ശൈലേഷ് കൊലാൻ എന്ന ഡയറക്ടർ ആക്ടേഴ്സിനാണെങ്കിലും ഫ്രാഞ്ചൈസിനാണെങ്കിലും ഫുൾ ജസ്റ്റിസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വൃത്തിക്ക് തന്നെയാണ് ഈച്ച് ആൻഡ് എവറി പാർട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഹിറ്റ് 3യിലും അങ്ങനെ തന്നെ. സ്കെയിൽ കുറച്ച് വൈഡ് ആണെങ്കിലും നാനി ഉള്ളതുകൊണ്ട് എന്നാലും ഒരു നല്ല വൃത്തിക്ക് തന്നെയാണ് പണി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഹിറ്റ് 4 വരുന്നുണ്ട്. ആ സർപ്രൈസ് ആക്ടർ ആരാന്ന് പറയുന്നില്ല. അത് ഹിറ്റ് 3യുടെ അവസാനം കണ്ട് നിങ്ങൾ തന്നെ സർപ്രൈസ് ആയിക്കോട്ടെ. ഏതായാലും നല്ല രീതിയിൽ തന്നെ എക്സ്പെക്ടേഷൻ ഉണ്ട്. വെയിറ്റിംഗ് ആണ് ഹിറ്റ് 4 ഇറങ്ങാനായിട്ട്. ഹിറ്റ് 1, ഹിറ്റ് 2 ഒരു ഹൂ ഡൺ ഇറ്റ് നറേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഹിറ്റ് 3യിലെ സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഡിഫറെന്റ് ആണ്. സെക്കൻഡ് ഹാഫ് ഭയങ്കര വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സും ഈ സിനിമയുടെ അവസാനത്തെ അരമണിക്കൂർ ഒരു കിടിലൻ തീപ്പൊരി നമുക്ക് തന്നെ ആഘോഷിക്കാനുള്ള കുറെ നിമിഷങ്ങൾ തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആഘോഷിക്കണോ, ആ എക്സൈറ്റ്മെന്റ് ത്രില്ലൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ഹിറ്റ് 1, ഹിറ്റ് 2 കണ്ടിട്ട് വേണം ഹിറ്റ് 3 കാണാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് കാണുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല, ആ ഒരു വൗണ്ടിൽ ഫീൽ ചെയ്യില്ല. സോ ഹിറ്റ് 2 എങ്കിലും മാക്സിമം കാണാൻ നോക്കുക. നല്ല രീതിയിൽ ബ്ലഡ് ഷെഡ് ഉണ്ട്. വെട്ട്, കുത്ത്, കൊല, വെടിവെപ്പ് എല്ലാം നല്ല എക്സ്ട്രീമിലാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. 18+ ജസ്റ്റിഫൈഡ് ആണ്. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഉള്ള ചോരക്കളിയൊന്നുമല്ല, എല്ലാത്തിനും റീസൺ ഉണ്ട്. അതുകൊണ്ട് നന്നായിരുന്നു. പിന്നെ 2 മണിക്കൂർ 37 റൺ ടൈം, ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാണ്ട് നമ്മളെ പിടിച്ചിരുന്നു, നമ്മളെ നന്നായിട്ട് എൻഗേജ് ചെയ്തിരുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നാനി ആസ് അർജുൻ സർക്കാർ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സ്വാഗ്, ആ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാം കൊണ്ട് നാനിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ ഒരു സിനിമയിലൂടെ തന്നെ നാനി ഒരു വേഴ്സറ്റൈൽ ആക്ടർ ആവാൻ നന്നായിട്ട് തന്നെ നാനിക്ക് നല്ല കേപ്പബിലിറ്റി ഉണ്ട് നമ്മൾ മനസ്സിലാക്കും. ശ്രീനിധി ഷെട്ടി ആക്ഷൻ സീക്വൻസ് നന്നായിരുന്നു. പക്ഷേ ശ്രീനിധിയുടെ റൊമാൻറ്റിക് സീക്വൻസ് ആണെങ്കിലും ബാക്കിയുള്ള സീൻസ് ആണെങ്കിലും ഭയങ്കര അൺവാണ്ടഡ് ആയ അല്ലെങ്കിൽ നറേഷനെ തന്നെ ബാധിക്കുന്ന ഒരു ക്രിഞ്ച് സീക്വൻസസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബാക്കിയുള്ള ആക്ടേഴ്സും അവരുടെ ക്യാരക്ടേഴ്സും നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായി. മിക്കി ജെ മേയർ എന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ നല്ല എൻഗേജിങ് ആക്കിയ സിനിമയുടെ കാഴ്ചയിലുണ്ട്. എഡിറ്റിംഗ് നന്നായിരുന്നു. വിഷ്വൽസ് കുറച്ചും കൂടെ ഭേദമാക്കാനും തോന്നുന്നത്. കുറെ അടുത്തൊക്കെ ഒരു മീഡിയോക്കർ വർക്കാണ് ഫീൽ ചെയ്യുന്നത്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ റൊമാൻറ്റിക് സീൻസ് മാത്രമേ ഒരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി മൊത്തത്തിൽ ആ സിനിമ എൻഗേജ് ചെയ്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഹിറ്റ് 3 എന്ന സിനിമ മോസ്റ്റ്ലി തെലുങ്കിൽ തന്നെ കാണാൻ നോക്കൂ. സബ്ടൈറ്റിൽസ് അവൈലബിൾ ആണ്. ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞില്ല, കുറച്ച് ക്രിഞ്ച് സീൻസ് ഉണ്ട്. അതൊക്കെ മലയാളത്തിൽ കാണാൻ അൾട്രാ പ്രോമാക്സ് ക്രിഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് മാക്സിമം തെലുങ്കിൽ തന്നെ കാണാൻ നോക്കുക. എന്നാലും നമുക്ക് ആ റൂട്ടഡ് ഫീൽ കിട്ടുള്ളൂ. ഓവറോൾ ഹിറ്റ് ഫ്രാഞ്ചൈസിനോട് ഒരു പുതിയൊരു നല്ലൊരു പോലീസ് ത്രില്ലർ തന്നെയാണ് ഹിറ്റ് 3. തിയേറ്റേഴ്സ് തന്നെ മാക്സിമം കാണാൻ നോക്കൂ.